ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ഏതെങ്കിലും തരത്തിലുള്ള ജി എസ് ടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയോലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന പണിഷ്മെൻറ്റ്സും ഒഫൻസുമാണ് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ജി എസ് ടിയുടെ അകത്തെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ജി എസ് ടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയോലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന് കിട്ടുന്ന പണിഷ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അത് വിശദീകരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ പണിഷബിൾ ഒഫൻസ് എന്തൊക്കെയാണെന്നാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. പണിഷബിൾ ഒഫൻസ് വിശദീകരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 192 ക്ലൗസ് 1 എന്ന് പറയുന്ന പണിഷബിൾ ഒഫൻസ്. അതായത് ഏതൊക്കെയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് വിത്തൗട്ട് എനി ഇൻവോയ്സ് വിത്ത് ആൻ ഇൻകറക്റ്റ് ഓർ ഫാൾസ് ഇൻവോയ്സ്, അതായത് സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള ബില്ലുകളോ അല്ല എങ്കിൽ സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുന്നത് ബില്ലില്ലാതെയോ, ഈ രണ്ട് കാര്യങ്ങളും ജി എസ് ടിയുടെ അകത്ത് ജി എസ് ടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പണിഷബിൾ ആയിട്ടുള്ള തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുമ്പോൾ ഇൻവോയ്സ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻവോയ്സോട് കൂടിയാണ് സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്നെങ്കിലോ അത് പണിഷബിൾ ഒഫൻസ് ആണ്. ഇഷ്യൂ ഓഫ് ആൻ ഇൻവോയ്സ് വിൽ വിത്തൗട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബോത്ത്. ഓക്കെ, അതായത് ചരക്കുകളും സേവനങ്ങളും വിതരണം ചെയ്യാതെ ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ വിതരണം നടത്തുന്നു. അതായത് സാധനങ്ങളും സേവനങ്ങളും സപ്ലയർ കസ്റ്റമറിന് കൊടുക്കാതെ സപ്ലയർക്ക് എന്ത് ചെയ്യുന്നു, ഈ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു, അതും പണിഷബിൾ ഒഫൻസ് ആണ്. ഫെയിലർ ടു പേ ടാക്സ് കളക്റ്റഡ് ടു ദി ഗവൺമെൻറ് വിത്തിൻ ദ പീരീഡ് 3 months. ഓക്കെ, അതായത് സപ്ലയർ ഗുഡ്സ് വിറ്റു, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, ടാക്സ് കളക്ട് ചെയ്തു. പക്ഷേ ആ കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് പേ ഓഫ് ചെയ്തില്ല. അത് 3 മാസത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിന് ആ രജിസ്റ്റേർഡ് പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം പണിഷബിൾ ഒഫൻസ് ആണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് ജി എസ് ടിയുടെ. ഓക്കെ, പിന്നെ പറഞ്ഞ ജി എസ് ടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് എന്താണ്, ടാക്സ് കളക്ട് ചെയ്യുന്നത് വൈകിപ്പിച്ച് 3 മാസം കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുവാൻ 3 മാസത്തിൽ കൂടുതൽ വൈകി കഴിഞ്ഞാൽ അതെന്തായിരിക്കും, പണിഷബിൾ ഒഫൻസ് ആണ്. പിന്നെ പറയുന്ന കാര്യമാണ് കളക്ഷൻ ഓഫ് ദി ടാക്സ് കോൺട്രവെൻഷൻസ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ഫെയിലർ ടു പേ സെയിം ടു ദി ഗവൺമെൻറ് വിത്തിൻ ദ പീരീഡ് ഓഫ് 3 months. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നിയമാനുസൃതമല്ലാതെ അതായത് ജി എസ് ടിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചല്ലാതെ ടാക്സ് കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പിരിച്ചെടുത്ത ടാക്സ് വൈകിപ്പിക്കുന്നതും ടാക്സ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാതിരിക്കുന്നതും 3 മാസത്തിൽ കൂടുതലായാൽ അത് പണിഷബിൾ ഒഫൻസ് എന്ന് തന്നെയാണ് താഴേക്ക് പറയുന്നത്. പിന്നെ തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഫെയിലർ ടു കളക്ട് ടാക്സ് അണ്ടർ സെക്ഷൻ 52 കളക്ഷൻ ഓഫ് ടാക്സ് at the rate is less than required to be collected or failure to pay tax collected to the government. അതായത് സെക്ഷൻ 51 പ്രകാരം നികുതി കുറയ്ക്കുന്നതിൽ പരാജയപ്പെടുക, അല്ലെങ്കിൽ കുറയ്ക്കേണ്ട നികുതി കുറഞ്ഞ നിരക്കിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ നികുതി കുറച്ച നികുതി അടയ്ക്കുന്നതിൽ പരാജയപ്പെടുക, ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, പണിഷബിൾ ഒഫൻസ് ആണ്. അതായത് ജി എസ് ടി സെക്ഷൻ എന്താണ് സെക്ഷൻ 51 പ്രകാരം ടാക്സ് കളക്ട് ചെയ്യേണ്ട, ഇപ്പോൾ സപ്ലയർ ഒരു കസ്റ്റമറിന് ഗുഡ്സ് വിറ്റിട്ടും അദ്ദേഹം ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തില്ല എങ്കിലോ അല്ലെങ്കിൽ എന്താണ്, ഇനി നികുതി എമൗണ്ട് ഏതെങ്കിലും കാര്യത്തിൽ നികുതി എമൗണ്ട് ഏതെങ്കിലും കാര്യത്തിൽ കുറയ്ക്കേണ്ട ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അത് കുറയ്ക്കാതെ ഇരുന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച നികുതി നേരെ തിരിച്ച് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എന്താണ്, പണിഷബിൾ ഒഫൻസ് എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിത്തൗട്ട് ആക്ച്വൽ റിസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഐദർ ഫുള്ളി ഓർ പാർഷ്യലി failure to collect tax under section 52 collection of tax at the rate is less than required to be collected, failure to pay taxes collected to the government. സെക്ഷൻ 52 പ്രകാരം നികുതി പിരിക്കുന്നതിൽ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ നികുതി കുറയ്ക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ പിരിച്ചെടുത്തു, അത് സർക്കാരിന് അങ്ങനെ പിരിച്ചെടുത്ത നികുതി ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടില്ല. അതായത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ സെക്ഷൻ 52 പ്രകാരം എന്താണ്, ടാക്സ് കളക്ട് ചെയ്യേണ്ടതാണ്, പക്ഷേ ടാക്സ് കളക്ട് ചെയ്തിട്ടില്ല എങ്കിലോ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടിനേക്കാൾ കുറഞ്ഞാണ് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടില്ല എങ്കിലോ അദ്ദേഹം പണിഷബിൾ ഒഫൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൈലിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിത്തൗട്ട് ആക്ച്വൽ റിസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് ഐദർ ഫുള്ളി ഓർ പാർഷ്യലി, ചരക്കുകളുടെ സേവനങ്ങളുടെയും യഥാർത്ഥ രസീത് കൂടാതെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നേടുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നേടുക, അതും പണിഷബിൾ ഒഫൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. ഒബ്റ്റെയിനിങ് റീഫണ്ട്
ഒബ്റ്റെയിനിങ് റീഫണ്ട് ഓഫ് ടാക്സ് ഫ്രോഡൻലി, വഞ്ചനപരമായിട്ട്, അതായത് ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ഏതെങ്കിലും തരത്തിൽ വഞ്ചനാപരമായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് റീഫണ്ട് ചെയ്ത് എനിക്ക് റീഫണ്ട് ചെയ്ത് കിട്ടാൻ റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റീഫണ്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് ജി എസ് ടി റൂൾസ് ആൻഡ് റെഗുലേഷൻ വയോലേറ്റ് ചെയ്യുന്നതിന് സമമാണ്. അതുപോലെ തന്നെ എന്താണ് അത് നിയമപ്രകാരം തെറ്റായ കുറ്റം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കോൺട്രവെൻഷൻ ഓഫ് സെക്ഷൻ 20, അതായത് നമ്മുടെ ജി എസ് ടിയുടെ അകത്തെ വകുപ്പ് സെക്ഷൻ 20 പ്രകാരം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിതരണം ചെയ്യുന്നതും എന്താണ്, അത് പണിഷബിൾ ഒഫൻസാണ്. അതായത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ സെക്ഷൻ 20 പ്രകാരം അല്ലാതെ ജി എസ് ടി സെക്ഷൻ 20 പറഞ്ഞതിന് എഗനസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് മറ്റുള്ളവർക്ക് വിതരണം ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ വേറെ ലഭിച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് വേറെ എന്തെങ്കിലും വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പണിഷബിൾ ഒഫൻസായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. Falsification and the substitution of financial records, submission of fake account or documents, or any false information or return with an intention to evade പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഡ്യൂ. അതായത് ഫിനാൻഷ്യൽ റെക്കോർഡുകൾ വ്യാജമാക്കുകയോ പകരം വ്യാജമായി ഇത് വയ്ക്കുകയോ വ്യാജ അക്കൗണ്ടുകൾ സമർപ്പിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകളിൽ തെറ്റായ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് നികുതി അടയ്ക്കാത്ത ഉദ്ദേശത്തോടു കൂടി എന്താണ് മടങ്ങുക. ഈ പറഞ്ഞേക്കുന്ന എല്ലാ തെറ്റുകളും എന്താണ് പ്രധാനമായിട്ടും ടാക്സിൻ്റെ കാഴ്ചപ്പാടിൽ ജി എസ് ടി ടാക്സിൻ്റെ കാഴ്ചപ്പാടിൽ വളരെയധികം തെറ്റായ കാരണമാണ്. അതായത് നമ്മളെന്താണ് ജി എസ് ടി അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ തെറ്റായ രീതിയിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് തെറ്റായ രീതിയിൽ ഡോക്യുമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ സൂക്ഷിക്കുക. അത് ടാക്സ് റിട്ടേണും അതുപോലെ തന്നെ ടാക്സ് റിപ്പോർട്ട്സും അതുപോലെ തന്നെ ടാക്സ് ഡോക്യുമെൻറ്റ്സും ഗവൺമെൻറ്റിലേക്ക് തെറ്റായ ഇൻഫർമേഷൻസ് വഴി സമർപ്പിക്കുക. അതുവഴി അദ്ദേഹത്തിന് ടാക്സ് അടയ്ക്കാൻ ബാധ്യതയില്ല എന്ന രീതിയിൽ കാണിക്കുക. ഈ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്തായിരിക്കും ഗവൺമെൻറ് കാഴ്ചപ്പാടിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ വഞ്ചനാപരമായ കുറ്റകരം അല്ല പണിഷബിൾ ഒഫൻസ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഫെയിലിയർ. ഇനി അടുത്താണ് ഫെയിലിയർ ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ ഈവൻ ദോ ലയബിൾ ടു ബി രജിസ്റ്റേർഡ്. ഓക്കെ, അതായത് ഒരു വ്യക്തി ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാൻ ബാധ്യതയുണ്ടെങ്കിലും അദ്ദേഹം രജിസ്ട്രേഷൻ നേടുന്നതിൽ എന്തെങ്കിലും കാരണവശാൽ പരാജയപ്പെട്ടു, അല്ല എങ്കിൽ എന്താണ് അദ്ദേഹം രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് തെറ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെയാണ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ ലഭിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർ രജിസ്ട്രേഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ, ശരിയായ വിവരങ്ങൾ കാണിച്ച് രജിസ്ട്രേഷൻ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പണിഷബിൾ ഒഫൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, അത് തന്നെയാണ് അടുത്ത പോയിന്റും പറയുന്നത്. ഫർണിഷിംഗ് എനി ഫാൾസ് ഇൻഫർമേഷൻ ഐദർ അറ്റ് ദ ടൈം ഓഫ് അപ്ലൈയിങ് രജിസ്ട്രേഷൻ സബ്സിക്വൻ്റ്ലി. അതായത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് സമർപ്പിക്കുന്നതെങ്കിൽ അത് പണിഷബിൾ ഒഫൻസ് ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ദ ഒബ്സർവേഷൻ പ്രിവെൻറ്റേഷൻ ഓഫ് എനി ഓഫീസർ ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ് അണ്ടർ ദി ആക്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തൻ്റെ ചുമതലകൾ നിറവേറ്റുന്നതിൽ അതായത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ ടാക്സ് കളക്ഷൻ ടാക്സ് പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഏർപ്പെടുകയാണെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ല എങ്കിൽ അവരുടെ ചുമതലകൾ നിറവേറ്റുന്നത് തടയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പണിഷബിൾ ഒഫൻസ് ആണ്. ഓക്കെ, അപ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ജി എസ് ടിയും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ജി എസ് ടി കാര്യങ്ങൾ പരിശോധിക്കുവാനും അതുപോലെ തന്നെ വിലയിരുത്തുവാനും അധികാരപ്പെട്ട ഓഫീസേഴ്സ് അവരുടെ ചുമതലകൾ നിർവഹിക്കുമ്പോഴോ അല്ല എങ്കിൽ അവർ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴോ അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് പേഴ്സൺ അത് പണിഷബിൾ ഒഫൻസായിട്ട് വരുന്നു. ഇനി ട്രാൻസ്പോർട്ടിങ് ടാക്സബിൾ ഗുഡ്. ഇനി അടുത്താണ് ട്രാൻസ്പോർട്ടിങ് ടാക്സബിൾ ഗുഡ്സ് വിത്തൗട്ട് റിക്വയറിങ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേണ്ടത്ര ടാക്സിബിൾ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ചരക്കുകൾ കടത്തുന്നത് നിയമത്തിൻ്റെ കണ്ണിൽ പണിഷബിൾ ഒഫൻസ് ആണ്. ഇപ്പോൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി എന്താണ് ടാക്സ് അടയ്ക്കാതെ ഗുഡ്സുകളോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാതെ സാധനങ്ങളോ സേവനങ്ങളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് പണിഷബിൾ ഒഫൻസ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്താണ് സസ്പെൻഷൻ ഓഫ് ദ ടേൺ ഓവർ ലീഡിങ്
ടു ഈവേഷൻ ഓഫ് ടാക്സ്. അതായത് നി- ഒരു ബിസിനസ്സുകാരൻ അയാളുടെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ മറച്ചു വെക്കുന്നത് GSTയുടെ അകത്ത് പണിഷബിൾ ഒഫൻസാണ്. കാരണം ടാക്സ് വെട്ടിപ്പ് നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ എന്താണ്, ടാക്സ് പേ ചെയ്യാതിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അയാളുടെ യഥാർത്ഥ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ, ആനുവൽ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ എത്രയെന്ന് കാണിക്കാതെ വെക്കുന്നതോ അല്ലെങ്കിൽ മറച്ചു വെക്കുന്നതോ അതെന്തായിട്ട് കണക്കാക്കപ്പെടുന്നു? അത് ഒരു പണിഷബിൾ ഒഫൻസായിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നെ തൊട്ടടിയിലേക്ക് പറഞ്ഞേക്കുന്നത് എന്താ? ഫെയിൽ ടു കീപ് മെയിൻറ്റെയിൻ ഓർ റീറ്റെയിൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ ഡോക്യുമെൻ്റ് അക്കൗണ്ട്സ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് റൂൾസ് മെയ്ഡ് ദെയർ അണ്ടർ. അതായത് GSTയുടെ അകത്ത് വ്യത്യസ്തമായുള്ള നിയമവ്യവസ്ഥകൾ പാലിക്കാതെ, അല്ലെങ്കിൽ GST ആക്ടിൻ്റെ കീഴിലുള്ള വ്യത്യസ്തമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കാതെയാണ് ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ടാക്സ് റെക്കോർഡുകളും ടാക്സ് ഡോക്യുമെൻറ്റ്സും സൂക്ഷിക്കുന്നതെങ്കിൽ, അല്ല എങ്കിൽ GST ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും ടാക്സ് റിട്ടേണുകളും സൂക്ഷിക്കുന്നത് എങ്കിൽ അദ്ദേഹം പണിഷബിൾ ഒഫൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഇതും ഒരു GST ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റകൃത്യമാണ്. അതായത് നമുക്ക് നോക്കാം, GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ എന്താണ്, അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളെല്ലാം കൃത്യമായ രീതിയിൽ വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അതുകൂടാതെ തന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഫേമിൽ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാക്സ് റിപ്പോർട്ടുകൾ സമയബന്ധിതമായി ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാകണം. എന്നാൽ ഇതൊന്നും ചെയ്യാതെ തെറ്റായ രീതിയിൽ GSTയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഗനസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഡോക്യുമെൻറ്റ്സും സൂക്ഷിക്കുന്നത്. അതിൽ അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു പ്രവൃത്തി പണിഷബിൾ ഒഫൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നു. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, സപ്ലൈ ട്രാൻസ്പോർട്ടേഷൻ ഓർ സ്റ്റോറേജ് ഓഫ് എനി ഗുഡ്സ് വിച്ച് ആർ ലയബിൾ ടു ബി കോൺഫിസ്കേറ്റഡ്. അതായത് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ കണ്ടുകിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഉത്തരവിട്ടേക്കുവാണ് ഒരു ബിസിനസ്സുകാരൻ്റെ ഈ ബിസിനസ് സ്ഥാപനത്തിലിരിക്കുന്ന ഗുഡ്സോ അല്ലെങ്കിൽ എന്താണ്, സാധനങ്ങളോ ചരക്കുകളോ ഗവൺമെൻറ് പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടിട്ടുള്ള ആ രീതിയിലുള്ള സാധനങ്ങളും സേവനങ്ങളും ചരക്കുകളും അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ്സുകാരൻ്റെ ഗോഡൗണിലോ വെയർ ഹൗസിലോ സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അത് ഗവൺമെൻറ് കണ്ണിൽ നിന്ന് മറച്ചു വെക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കുറ്റമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ, ഫെയിലിയർ ടു ഫർണിഷ് ഓർ ഡോക്യുമെൻ്റ് ഇസ് കോൾഡ് ഫോർ ദ ഓഫീസർ ഓർ ഫർണിഷിംഗ് എനി ഫാൾസ് ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റ് ഡ്യൂറിങ് ദി പ്രൊസീഡിംഗ് അണ്ടർ ദിസ് ആക്ട്. ഓക്കെ, അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു GSTയുടെ മേലധികാരി ആ ഒരു GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോപ്പർ ഓഫീസറുടെ മുമ്പാകെ അദ്ദേഹം പറയുന്ന സമയത്ത് ഹാജരാക്കുന്ന ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ റെക്കോർഡുകളും തെറ്റായ ഇൻഫർമേഷനോട് കൂടിയാണെങ്കിൽ അത് ഒരു പണിഷബിൾ ഒഫൻസിൻ്റെ ഭാഗമായിട്ട് മാറുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇഷ്യൂ ഓഫ് എനി ഇൻവോയ്സ് ഓർ ഡോക്യുമെൻ്റ് ബൈ യൂസിങ് രജിസ്ട്രേഷൻ നമ്പർ ഓഫ് എനി അതർ പേഴ്സൺ. അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അയാളുടെ ഇൻവോയ്സിലല്ലാതെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഫേമിൽ വന്നിരിക്കുന്ന ഒരു ടാക്സിബിൾ ഗുഡ്സോ സർവീസോ വേറെ ഏതെങ്കിലും GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ പേരിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുകയാണെങ്കിൽ അതും GST ടാക്സിൻ്റെ കാര്യത്തിൽ ഒരു പണിഷബിൾ ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്, ഞാൻ എൻ്റെ ബിസിനസ് ഫേമിൽ ടാക്സ് കൊടുത്ത് വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സോ സർവീസോ വേറൊരു GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ പേരിൽ മറ്റൊരു കസ്റ്റമറിന് വിൽക്കുകയാണെങ്കിൽ അതിനുശേഷം ആ വിറ്റേക്കുന്ന ഗുഡ്സിനും സർവീസും ഞാൻ ടാക്സ് അമൗണ്ട് കളക്ട് ചെയ്തു, അങ്ങനെയൊക്കെയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് GST ടാക്സിൻ്റെ കീഴിൽ പണിഷബിൾ ഒഫൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ടാമ്പറിങ് ഓർ ഡിസ്ട്രോയിങ് എനി മെറ്റീരിയൽ എവിഡൻസ് ഓർ ഡോക്യുമെൻ്റ്. അതായത് ഗവൺമെൻറ്റിലേക്ക് നൽകേണ്ട ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെക്കോർഡ്സുകൾ, ഡോക്യുമെൻറ്റ്സ്, അക്കൗണ്ട് ബുക്സുകൾ മുതലായവ നശിപ്പിക്കുകയോ അല്ലായെങ്കിൽ എന്താണ്, തെളിവുകൾ ഇല്ലാതാക്കുകയോ ചെയ്ത് കളയുന്നതും എന്താണ്, ടാക്സിബിൾ ഒഫൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്.
ഇനി ഡിസ്പോസിങ് ഓഫ് ടാമ്പറിങ് ഓഫ് എനി ഗുഡ്സ് ദാറ്റ് ഹാവ് ബീൻ ഡിറ്റൈൻഡ് സീസ്ഡ് ഓർ അറ്റാച്ച്ഡ് അണ്ടർ ദി ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ജി എസ് ടി അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ ഏതെങ്കിലും ഗുഡ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചരക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻസുകളോ ഏതെങ്കിലും ഒരു ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോപ്പർ ഓഫീസർ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അത് തടഞ്ഞു വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചരക്കുകളും അങ്ങനെയുള്ള ഗുഡ്സുകളും അങ്ങനെയുള്ള ഡോക്യുമെൻസും നശിപ്പിച്ച് കളയുന്നത് ജി എസ് ടി ആക്ട് പ്രകാരം പണിഷബിൾ ഒഫൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ടും എന്താ ജി എസ് ടി ആക്ട് അനുസരിച്ച് കൊണ്ടുള്ള പണിഷബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പെനാൽറ്റി. ഇനി ഏതൊക്കെ സന്ദർഭങ്ങളാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് പിഴ അടയ്ക്കേണ്ടി വരുന്നത്, ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ടാക്സ് ഈവേഡ്, അതായത് ടാക്സ് വെട്ടിപ്പ് നടത്തുന്ന സന്ദർഭത്തിലോ അല്ല എങ്കിൽ സെക്ഷൻ 51 പ്രകാരം ടി ഡി എസ് എമൗണ്ട് അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എങ്കിലോ അല്ല എങ്കിൽ സെക്ഷൻ 52 പ്രകാരം ടാക്സ് കളക്ട് ചെയ്തിട്ടില്ല എങ്കിലോ അല്ല എങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വഞ്ചനപരമായ രീതിയിൽ നേടിയെടുത്തിട്ടുണ്ട് എങ്കിലോ അല്ല എങ്കിൽ എന്താണ് അർഹതയില്ലാത്ത ഏതെങ്കിലും ടാക്സ് എമൗണ്ട് റീഫണ്ട് എടുത്തിട്ടുണ്ടെങ്കിലോ ഈ തരത്തിലൊക്കെയാണ് എങ്കിൽ ഈ തരത്തിൽ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാർ കുറഞ്ഞത് 10,000 രൂപയെങ്കിലും പെനാൽറ്റി ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ വഞ്ചനപരമായിട്ട് നമ്മുടെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ഈ ജി എസ് ടി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗനസ്റ്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ വഞ്ചനപരമായ പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം കൊടുക്കേണ്ടി വരുന്ന പിഴയാണ് പ്രധാനമായിട്ടും താഴേക്ക് പറയുന്നത്. അത് വിശദീകരിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 122 ക്ലൗസ് 2 എന്ന് പറയുന്നത്. ഇഫ് എ പേഴ്സൺ സപ്ലൈ ഗുഡ്സ് ഓർ സർവീസ് ഓൺ വിച്ച് ദ ടാക്സ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ്, അതായത് ടാക്സ് അടയ്ക്കാതെ ഏതെങ്കിലും ഗുഡ്സോ സർവീസോ വിൽക്കുകയാണെങ്കിൽ ഓർ ഷോർട്ട് പെയ്ഡ് ഇറസീവ്ലി റീഫണ്ടഡ് or where the input tax credit has strongly availed or utilized for any reason. അതായത് ഹ്രസ്വകാല പേയ്മെൻറ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ ചെറിയ ഹ്രസ്വകാല പേയ്മെൻറ്റ് നടത്തിയിട്ട് ആ ഒരു ഫണ്ട് റീഫണ്ട് ചെയ്തെടുക്കുകയാണെങ്കിലോ അല്ല എങ്കിൽ എന്താണ് അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ടാക്സ് എമൗണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി അടച്ചു വച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് റീഫണ്ട് ചെയ്തെടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അർഹതയില്ലാത്ത ഏതെങ്കിലും ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഇദ്ദേഹം റീഫണ്ട് ചെയ്തെടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം മറ്റേതെങ്കിലും തരത്തിൽ വഞ്ചനാപരമായിട്ടുള്ള ടാക്സ് വെട്ടിപ്പോ അല്ലെങ്കിൽ തെറ്റായ പ്രവൃത്തി ചെയ്യുകയാണെങ്കിലോ അദ്ദേഹം മിനിമം 10,000 രൂപ ഗവൺമെൻറ്റിലേക്ക് ടാക്സായിട്ട് 10,000 രൂപയോ അല്ല എങ്കിൽ എന്താണ് അദ്ദേഹം വെട്ടിപ്പ് നടത്തിയതിൻ്റെ 10% ഇതിൽ ഏതാണോ കൂടുതൽ അത് ഗവൺമെൻറ്റിലേക്ക് പിഴയായിട്ട് അടയ്ക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ടാക്സ് അടയ്ക്കാതെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ടാക്സ് അടയ്ക്കാത്ത സാധനങ്ങളും സേവനങ്ങളും വിൽക്കുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ടാക്സ് അടച്ചു വെച്ചിട്ട് തെറ്റായ രീതിയിൽ അത് റീഫണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഈ അർഹതയില്ലാതെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡിൻ്റെ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ടാക്സ് വെട്ടിപ്പുകളോ നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം എത്ര രൂപയാണ് ഇങ്ങനെ വെട്ടിപ്പ് നടത്തുന്നത് അതിൻ്റെ 10% അല്ല എങ്കിൽ എന്താണ് 10,000 രൂപ ഇതിൽ ഏതാണോ വലുത് അതായിരിക്കണം പിഴയായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരിക. എന്നിരുന്നാലും ഇഫ് ദെയർ ഈസ് ഫ്രോഡ് ഓർ വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് supervision of tax evade of tax, the penalty will be equal to Rs 10,000 the tax due whichever is higher. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാക്സ് പേഴ്സൺസ് അത് കണ്ടെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേലധികാരികൾ അത് കണ്ടെത്തുകയാണെങ്കിൽ കണ്ടെത്തിയിട്ട് ഈ വിവരങ്ങളെ അദ്ദേഹത്തിൻ്റെ ഈ വസ്തുപരമായിട്ടുള്ള വിവരങ്ങളെ അദ്ദേഹം ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അടിച്ചമർത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് 10,000 രൂപയും അല്ല എങ്കിൽ ടാക്സ് എമൗണ്ട് അതിൽ ഏതാണോ വലുത് അത് ഗവൺമെൻറ്റിലേക്ക് പേ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. ഇനി അടുത്താണ് പെനാൽറ്റി ഫോർ അബേറ്റ്മെൻറ്റ്, അതായത് അപരാധത്തിനുള്ള ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
വഞ്ചനാപരമായിട്ടുള്ള കാര്യമാണ് ഈ പെനാൽറ്റി ഫോർ അബേറ്റ്മെൻറ്റ് കൊണ്ട് വ്യക്തമാക്കുന്നത്. സെക്ഷൻ 192 ക്ലൗസ് 3യിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു ടാക്സിന് GST ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗനസ്റ്റ് ആയിട്ട് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റ് മറച്ചു വെക്കുകയോ ആ തെറ്റ് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേലധികാരികൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ 25,000 രൂപ വരെയും പിഴ ഈടാക്കുന്ന ഒരു തെറ്റാണ് എന്തെന്ന് പറയുന്നത് ഈ പെനാൽറ്റി ഫോർ അബേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. താഴെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അബേറ്റ്മെൻ്റായിട്ട് കണക്കാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വഞ്ചനാപരമായിട്ടുള്ള കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഒന്ന് എയ്ഡ് ഓർ അബേറ്റ് ഇനി ഓഫ് ദി ഒഫൻസ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക മറ്റുള്ളവരെ. ഈ തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും എന്താണ് GSTയുടെ കാഴ്ചപ്പാടിൽ വളരെയധികം വഞ്ചനാപരമായ കുറ്റമാണ്. 25,000 രൂപ വരെ പിഴ നമുക്ക് ഈടാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ GST രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ടാക്സ് വെട്ടിപ്പ് നടത്തുവാനോ അല്ലെങ്കിൽ ടാക്സ് ഇവേഷൻ നടത്തുവാനോ അല്ലെങ്കിൽ എന്താണ് ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ കുറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ സഹായിക്കുകയാണെങ്കിലോ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 25,000 രൂപ വരെ ഗവൺമെൻറ്റിലേക്ക് പെനാൽറ്റിയായിട്ട് പേ ഓഫ് ചെയ്യേണ്ടി വരും. ഇനി മറ്റൊരു കാര്യമാണ് അക്യൂർ പൊസിഷൻ ഓർ ഇൻവോൾവ് ട്രാൻസ്പോർട്ടിംഗ്, റിമൂവിങ്, ഡിപ്പോസിങ്, keeping, concealing, supplying or purchasing or any other manner deal with the goods which are liable to be confiscation. അതായത് ഗവൺമെൻറ് ഏതെങ്കിലും ഒരു വ്യക്തികളുടെ കൈകളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന ചരക്കുകൾ അല്ലെങ്കിൽ കണ്ടുകിട്ടാൻ വേണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ഓർഡർ ഇട്ടിരിക്കുന്ന ഏതെങ്കിലും ചരക്കുകൾ കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് വേറെ എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിക്കുകയോ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അതെന്താണ് വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ള ഒരാൾ സഹായിക്കുന്നതിന് തുല്യമാണിത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് വഞ്ചനാപരമായ ഒരു കുറ്റമാണ്. 25,000 രൂപ വരെ പിഴ ഈടാക്കും. അതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഗവൺമെൻറ് കണ്ടുകിട്ടാനോ അല്ലെങ്കിൽ പിടിച്ചെടുക്കാനോ ഓർഡർ ഇട്ടിരിക്കുന്ന ഒരു ഗുഡ്സ് അത് മറ്റൊരാളെ വിൽക്കാൻ സഹായിക്കുകയോ അല്ലെങ്കിൽ കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ എന്താണ് അതൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ സഹായിക്കുകയോ അല്ലെങ്കിൽ അത് മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അത് വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് കാഴ്ചപ്പാടിൽ കുറ്റകൃത്യത്തെ സഹായിക്കുന്നതിന് തുല്യമായിരിക്കും. അങ്ങനത്തെ ഒരു കുറ്റമാണത്. അതുകൊണ്ട് തന്നെ 25,000 രൂപ വരെ പെനാൽറ്റി ഈടാക്കാൻ കാരണമാകും ഇത്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ receive or involve the supply of service, contravention of any provision of the act or the rules. അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ GST ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗനസ്റ്റ് ആയിട്ടുള്ള സേവനങ്ങളോ സർവീസുകളോ വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ അത് പണിഷബിൾ വഞ്ചനാപരമായിട്ടുള്ളൊരു കുറ്റമാണ്. അതായത് GST റൂൾസ് ആൻഡ് റെഗുലേഷനിൽ ഇന്ന സർവീസുകൾ സോൾഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ എന്താണ് പർച്ചേസ് ചെയ്യാനോ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സർവീസുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സേവനങ്ങൾ മറ്റുള്ള ഒരാൾക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് GSTയുടെ ആക്ട് അനുസരിച്ച് ഒരു കുറ്റകൃത്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറ്റമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതിന് 25,000 വരെ പെനാൽറ്റി ചാർജ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നൊരു കാര്യമാണ് ഫെയിൽ ടു അപ്പിയർ ബിഫോർ ദ ഓഫീസേഴ്സ് അണ്ടർ ടാക്സ് വെൻ summoned or appearance to give evidence or produce എ ഡോക്യുമെൻറ്റ് ഇൻ ആൻ എൻക്വയറി. അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനെ ഏതെങ്കിലും തരത്തിൽ മേലധികാരികൾ GST ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേലധികാരികൾ അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള ടാക്സ് വെട്ടിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള GST ആക്ടിന് എഗനസ്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ പ്രവൃത്തി ചെയ്തത് കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ എന്താണ് ടാക്സ് വെട്ടിപ്പ് നടത്തേണ്ട എഗനസ്റ്റ് ആയിട്ടുള്ള തെളിവുകൾ നൽകുവാൻ ആവശ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ സമയത്ത് അത് പണിഷബിൾ ഒഫൻസായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അതുമായി
ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ബിസിനസ്സുകാരനോട് ജി എസ് ടി ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേലുദ്യോഗസ്ഥർ എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിലോ എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസ്, ടാക്സ് എവിഡൻസോ അല്ലെങ്കിൽ ടാക്സ് റിപ്പോർട്ടുകളോ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് ഹാജരാവാൻ ആവശ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ, അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതൊരു തെറ്റിന് മറച്ചു വെക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെടുകയും 25,000 രൂപ വരെ പെനാൽറ്റി ചാർജ് ചെയ്യുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യമാണ് ഫെയിൽ ടു ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, ഫെയിൽസ് ടു ആൻ അക്കൗണ്ട് ഫോർ ആൻ ഇൻവോയ്സ് ഇൻ ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയേക്കുന്ന കസ്റ്റമറിന് ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഇൻവോയ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡേറ്റാസ് അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലോ അദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം 25,000 രൂപ വരെ പെനാൽറ്റി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ഓക്കെ. ഇനി അടുത്ത ഒരു കാര്യമാണ് ഫെയിൽ ടു ഫർണിഷ് ദി ഇൻഫർമേഷൻ സെക്ഷൻ 123 എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ആൾ വിവരങ്ങൾ നൽകുന്നതിലോ ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നതിലോ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു കാര്യമാണ് പറയുന്നത്. ഇഫ് എ പേഴ്സൺ ഹൂ ഈസ് റിക്വയർഡ് ടു ഫർണിഷ് ഇൻഫർമേഷൻ ഓർ റിട്ടേൺ അണ്ടർ സെക്ഷൻ 150 ഫെയിൽ to do so within the period specified, he shall be liable to pay a penalty of 100 for each day of the period during which failure to furnish such return continues. The maximum penalty imposed under the section shall not exceed 5,000. അതായത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ആൾ സെക്ഷൻ 150 പ്രകാരം വിവരങ്ങൾ നൽകേണ്ട കാലഘട്ടത്തിലോ അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാലഘട്ടത്തിലോ സമയബന്ധിതമായിട്ട് റിട്ടേണോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസോ നൽകിയിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരികളുടെ മുമ്പിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതോറിറ്റിയുടെ മുമ്പിൽ അതുമായി ഈ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളോ അല്ലെങ്കിൽ ടാക്സ് റിട്ടേണുകളോ സമയബന്ധിതമായിട്ട് സമർപ്പിച്ചില്ല എങ്കിൽ അദ്ദേഹം പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. ഓരോ ദിവസവും 100 രൂപ വെച്ചായിരിക്കും പെനാൽറ്റി കൊടുക്കേണ്ടത്. ഈ ഒരു സെക്ഷൻ അനുസരിച്ചുകൊണ്ട് ചാർജ് ചെയ്യാവുന്ന ഏറ്റവും വലിയ പെനാൽറ്റി എന്ന് പറയുന്നത് 5,000 റുപ്പീസ് വരെയാണ്. ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരന് പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫർമേഷൻസുകളോ അല്ലെങ്കിൽ ടാക്സ് റിട്ടേണോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതോറിറ്റിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഓരോ ദിവസം കുറഞ്ഞത് 100 രൂപ വെച്ച് എങ്കിലും പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. മാക്സിമം ചാർജ് ചെയ്യുന്ന പെനാൽറ്റി 5,000 റുപ്പീസ് വരെയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഫൈൻ ഫോർ ഫെയിലിയർ ഫർണിഷ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് സ്ഥിതിവിവര കണക്കുകൾ നൽകുന്നതിൽ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചുമത്തുന്ന പിഴയെ പറ്റി ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ചുമത്തുന്ന പിഴയെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ. If any person required to furnish any information or return under section 151 fails to furnish information or return willful furnished cause of furnish any false information or return, he shall punishable with the fine which may extend 10,000 in the case of continuous offence. Fine 100 each day shall imposed subject to maximum limit Rs 25,000. അതായത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരനോട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജി എസ് ടി അതോറിറ്റി ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നൽകുവാനോ അല്ല എങ്കിൽ അദ്ദേഹത്തോട് ടാക്സ് റിട്ടേണുകൾ സമയബന്ധിതമായിട്ട് സമർപ്പിക്കുവാനോ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലോ അല്ല എങ്കിൽ അദ്ദേഹം തെറ്റായിട്ടുള്ള വിവരങ്ങളോ തെറ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സോ തെറ്റായിട്ടുള്ള റിട്ടേണുകളോ സമർപ്പിക്കുകയാണ് എങ്കിലോ അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റായിട്ടുള്ള വിവരങ്ങൾ ഡോക്യുമെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇത് നൽകുവാൻ വൈകിപ്പിച്ച് കഴിഞ്ഞാലോ മിനിമം 10,000 രൂപ വരെ ഈ തരത്തിലുള്ള ഫെയിലായിട്ടുള്ള ഫർണിഷിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് പണിഷ്മെൻറ്റ്സിന് ചാർജ് ചെയ്യാവുന്നതാണ് 10,000 രൂപ വരെയും. അതായത് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ഏതെങ്കിലും കാരണവശാൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന സ്ഥിതിവിവര കണക്കുകളുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വരുമാന ചെലവുകളുടെ ഇൻഫർമേഷൻസ് ശരിയായ രീതിയിൽ സമർപ്പിച്ചില്ല എങ്കിലോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ടാക്സ് റിട്ടേണുകളാണ് സമർപ്പിക്കുന്നതെങ്കിലോ അല്ല എങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഫേമിലെ സ്ഥിതിവിവര കണക്കുകൾ അല്ലെങ്കിൽ ഇൻകം വരുമാന ചെലവ് കണക്കുകൾ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫർമേഷനുകൾ മനഃപൂർവ്വം കൊടുക്കാതിരുന്നു കഴിഞ്ഞാലോ ടാക്സ് റിട്ടേൺ മനഃപൂർവ്വം സബ്മിറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിവരങ്ങളും തെറ്റായിട്ടുള്ള
ഇൻഫർമേഷൻസും തെറ്റായിട്ടുള്ള റിട്ടേണുകളുമാണ് കൊടുക്കുന്നതെങ്കിലോ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും GST ടാക്സ് പ്രകാരം പണിഷബിൾ ഒഫൻസ് ആണ്. അത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 151 എന്ന് പറയുന്നത്. ഇതനുസരിച്ച് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മേലെ 10,000 രൂപ വരെയും പെനാൽറ്റി ചാർജ് ചെയ്യാവുന്നതാണ്. ഇനി ഇദ്ദേഹം ഈ ഒരു തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് എങ്കിൽ ഇദ്ദേഹം എത്ര നാളാണോ ഈ ഒരു ഇൻഫർമേഷൻസും അതുപോലെ തന്നെ റിട്ടേണും കൊടുക്കാൻ വൈകുന്നത് അത് ഓരോ ദിവസവും 100 രൂപ വെച്ച് ഫൈൻ ഈടാക്കും. ഇങ്ങനെ ഈ ഒരു തെറ്റിൽ പരമാവധി ചാർജ് ആക്കുന്ന പെനാൽറ്റി എന്ന് പറയുന്നത് 25,000 റുപ്പീസ് വരെയാണ്. ഓക്കെ, അപ്പോൾ GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഫേമിലെ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻസ് ശരിയായ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിലോ ടാക്സ് റിട്ടേൺ ടാക്സ് ഡോക്യുമെൻറ്റ്സോ മനഃപൂർവ്വം സബ്മിറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്താണ് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ എന്താണ് തെറ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അത് സെക്ഷൻ 151 പ്രകാരം തെറ്റായിട്ടുള്ള ഒഫൻസാണ്. ഇതിന് പണിഷ്മെൻ്റായിട്ട് 10,000 റുപ്പീസ് വരെയും പെനാൽറ്റി ചാർജ് ചെയ്യും. ഇനി മനഃപൂർവ്വം അത് വീണ്ടും എഗെയിൻ ഈ ഒരു തെറ്റ് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ പെർ ഡേ 100 റുപ്പീസ് വെച്ച് ചാർജ് ചെയ്യും. മാക്സിമം ഈ ഒരു കുറ്റത്തിന് 25,000 റുപ്പീസ് വരെ പെനാൽറ്റി ചാർജ് ചെയ്യും. ഇനി തൊട്ട് താഴേക്ക് വന്നേക്കുന്ന ഒരു കാര്യമാണ് ജനറൽ പെനാൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയൊരു തെറ്റാണ് ജനറൽ പെനാൽറ്റി എന്ന് പറയുന്നത്, അഥവാ പൊതുശിക്ഷ. എനി പേഴ്സൺ ഹൂ ഇസ് കോൺട്രവെൻസ് എനി ഓഫ് the provisions of the act or any rules made thereunder for each no penalty is separately provided for this act shall be liable to പെനാൽറ്റി വിച്ച് മേ എക്സ്റ്റെൻഡ് അപ് ടു 25,000. ഓക്കെ, അതായത് GSTയുടെ ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള നിയമങ്ങൾ തെറ്റിച്ച് കളഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റിച്ചാൽ അത് സെപ്പറേറ്റ് ചെയ്ത് അതിന് പിഴ ചാർത്തേണ്ട കാര്യം അല്ലെങ്കിൽ പെനാൽറ്റി ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. പൊതുവായി അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റും, പെനാൽറ്റി ചാർജ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള പണിഷ്മെൻറ്റിനെയാണ് പ്രധാനമായിട്ടും ജനറൽ പെനാൽറ്റിയോട് അർത്ഥമാക്കുന്നത്. ഈ 25,000 റുപ്പീസ് വരെയും എന്താണ് ഈ തരത്തിലുള്ള ഏതെങ്കിലും GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ GST ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഈടാക്കാവുന്ന പെനാൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ജനറൽ പെനാൽറ്റിക്ക് കാരണമാകുന്ന ഒഫൻസുകളിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് കാര്യം പറയുന്നത്, ഫസ്റ്റ് പോയിൻ്റാണ് നോ പെനാൽറ്റി ഷാൽ ബി ഇമ്പോസ്ഡ് ഫോർ മൈനർ ബ്രീച്ച് ഓഫ് ടാക്സ് റെഗുലേഷൻ ഓർ പ്രൊസീജിയർ റിക്വയർമെൻറ്റ്സ്. എ ബ്രീച്ച് ഷാൽ ബി കൺസിഡർ ആസ് എ മൈനർ ബ്രീച്ച് ഇഫ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഇൻവോൾവ്ഡ് ലെസ് ദാൻ 5,000 റുപ്പീസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ചെറിയ രീതിയിലുള്ള നിയമലംഘനങ്ങളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള നിയമലംഘനങ്ങളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള നിയമ നടപടികൾ ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള ലംഘനങ്ങൾ ഒരിക്കലും ആ രീതിയിലുള്ള ലംഘനങ്ങൾക്ക് ഒരിക്കലും എന്താണ് പിഴ ഈടാക്കുകയില്ല. ഈ തരത്തിലുള്ള ലംഘനങ്ങളെ മൈനർ ഇററായിട്ട് മാത്രമേ കണക്കാക്കപ്പെടുകയുള്ളൂ. ആ തരത്തിലുള്ള തെറ്റുകൾ പ്രധാനമായിട്ടും വരുന്നത് ഇപ്പോൾ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അയാൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള ടാക്സ് ബാധ്യത എന്ന് പറയുന്നത് 5,000 രൂപയിൽ താഴെയാണ്. 5,000 രൂപയിൽ താഴെ വരുത്തുന്ന പിഴകൾക്കോ അല്ലെങ്കിൽ എന്താണ് തെറ്റുകൾക്കോ ഒക്കെ എന്താണ് അത് മൈനർ ബ്രീച്ച് എന്ന് പറയുന്ന രീതിയിലായിരിക്കും കണക്കാക്കപ്പെടുന്നത്. ആ തരത്തിലുള്ള തെറ്റുകൾക്ക് ജനറൽ പെനാൽറ്റിയാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് എനി ഒമിഷൻ ഓർ മിസ്റ്റേക്ക് ഡോക്യുമെൻറ്റേഷൻ വിച്ച് ഈസിലി റെക്ടിഫയബിൾ മെയ്ഡ് വിത്തൗട്ട് ഫ്രോഡുലന്റ് ഇൻറ്റൻറ്റ് ടു ഗ്രോസ് നെഗ്ലിജൻസ് ഷാൽ നോട്ട് ബി പണിഷബിൾ. ആൻഡ് ഒമിഷൻ മിസ്റ്റേക്ക് ഡോക്യുമെൻറ്റേഷൻ ഷാൽ ബി കൺസിഡർഡ് ബി ഈസിലി റെക്ടിഫയബിൾ ഈസ് ദ സെയിം എറർ അപ്പിയറിംഗ് ഓൺ ഫേസ് റെക്കോർഡ്. ഇപ്പോൾ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിലെ ടാക്സ് റിട്ടേൺ അത് എളുപ്പത്തിൽ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ നടത്തുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാലോ അല്ല എങ്കിൽ അദ്ദേഹം എന്താണ് ഡോക്യുമെൻറ്റേഷൻ പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ
അത് മനഃപൂർവ്വമല്ലാതെ വരുത്തുന്ന തെറ്റുകളൊക്കെ ആണെങ്കിൽ ജനറൽ പെനാൽറ്റിയിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അതായത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് റെക്ടിഫൈ ചെയ്യാവുന്ന തരത്തിലുള്ള മിസ്റ്റേക്കുകളോ ഒമിഷനോ എററുകളോ ഉണ്ടാവുകയാണെങ്കിൽ ആ തരത്തിലുള്ള തെറ്റുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, പണിഷ്മെൻ്റ് ഇല്ല. എന്നാൽ ഇത് മനഃപൂർവ്വം ചെയ്യുന്നത് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ജനറൽ പെനാൽറ്റിയുടെ പരിധിയിൽ വരുന്ന ഒന്നാണ്. പിന്നെ അടുത്തൊരു പോയിൻ്റാണ് ദ പെനാൽറ്റി ഇമ്പോസ്ഡ് ഷാൽ ബി കമൻസുറേറ്റ് വിത്ത് ഡിഗ്രി ആൻഡ് സെവറിറ്റി ഓഫ് ദി ബ്രീച്ച്. ഇനി അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനമോ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ കാഠിന്യം, അതിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ആ ലംഘനത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചായിരിക്കും അതിന് പിഴ നിശ്ചയിക്കുക. ഇനി അടുത്തൊരു പോയിന്റ് പറയുന്നത് നോ പെനാൽറ്റി ഷാൽ ബി ഇമ്പോസ്ഡ് ഓഫ് എനി പേഴ്സൺ വിത്തൗട്ട് ഗീവിങ് ഹിം ഓപ്പർച്യൂണിറ്റി ബീങ് ഹേർഡ്. ഓക്കെ, ഒരു വ്യക്തിക്കും കേൾക്കാനുള്ള അവസരം നൽകാതെ ഒരു പിഴയും ചുമത്തപ്പെടുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിലോ അല്ലെങ്കിൽ റിട്ടേണിലോ എന്തെങ്കിലും തരത്തിൽ തെറ്റുകളോ അല്ലെങ്കിൽ മിസ്റ്റേക്കുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അതോറിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന് അതിന് പിഴ ഈടാക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് പെനാൽറ്റി ചാർജ് ചെയ്യുകയില്ല. പിന്നെയോ ഈ ഒരു രജിസ്റ്റേർഡ് പേഴ്സണും എന്താണ് പറയാനുള്ളത്, കുറ്റം ചെയ്ത ആ വ്യക്തിക്കും എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെനാൽറ്റി ചാർജ് ചെയ്യുകയുള്ളൂ. പിന്നെ അടുത്തൊരു പോയിൻ്റാണ് ദ ഓഫീസർ ഷാൽ സ്പെസിഫൈ ദ നേച്ചർ ഓഫ് ബ്രീച്ച് ആൻഡ് ആപ്ലിക്കബിൾ ലോ റെഗുലേഷൻ പ്രൊസീജിയർ അണ്ടർ വിച്ച് എമൗണ്ട് ഓഫ് പെനാൽറ്റി ഹാസ് ബീൻ സ്പെസിഫൈഡ്. ഇനി GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരന് പിഴ ചുമത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ തെറ്റുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു തെറ്റിനും അതുപോലെ തന്നെ ആ ഒരു മിസ്റ്റേക്കിനുമുള്ള ശിക്ഷ എന്തെന്നും അതുപോലെ തന്നെ അത് ഏതൊക്കെ നിയമപ്രകാരമാണ് അത് തെറ്റായ കാര്യമെന്നും കൃത്യമായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടും പറയും. ഓക്കെ, അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിന് പെനാൽറ്റി ചാർജ് ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു പോയിൻ്റാണ് വെൻ എ പേഴ്സൺ വോളണ്ടറി ഡിസ്ക്ലോസ് ദ സർക്കംസ്റ്റൻസ് ഓഫ് ബ്രീച്ച് ഓഫ് ലോ ഓർ ഒഫൻസ് പ്രയർ to the discovery of the same, the proper officer may consider it as mitigating factor while determining the amount of penalty. However, this shall not applicable in this case where the penalty is either a fixed sum or expressed as a fixed percentage. ഇപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ മനഃപൂർവ്വമല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ ഫയൽ ചെയ്യുമ്പോഴോ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴോ ഒരു തെറ്റ് വരുത്തിയെന്നിരിക്കട്ടെ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ ആ രജിസ്റ്റേർഡ് വ്യക്തി, ആ കുറ്റം ചെയ്ത ആൾക്ക് തന്നെ അത് രജിസ്റ്റേർഡ് വ്യക്തിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്താണ് ആ കുറ്റം മനഃപൂർവ്വം ഏറ്റു പറയുകയും അതുപോലെ തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മനസ്സിലാവുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചാർജ് ചെയ്യുന്ന പെനാൽറ്റി എന്ന് പറയുന്നത് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ആയിരിക്കും. അതിൻ്റെ അളവുകൾ നിശ്ചയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ഒഫൻസ് അനുസരിച്ചാണ് അത് നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ ടു ഇമ്പോസ് പെനാൽറ്റി ഇൻ സർട്ടൻ കേസസ്. ഇനി അടുത്തൊരു പോയിൻ്റാണ് പവർ ടു ഇമ്പോസ് ദ പെനാൽറ്റി ഇൻ സർട്ടൻ കേസസ് വേർ ദ പ്രോപ്പർ ഓഫീസർ ഈസ് ഓഫ് ദി വ്യൂ ദാറ്റ് ദ പേഴ്സൺ ലയബിൾ ടു എ പെനാൽറ്റി ആൻഡ് ദ സെയിം നോട്ട് കവേർഡ് under any proceedings under section 62, 63, 64, 73, 74, 129, 130 may issue an order levying such penalty after giving reasonable opportunity being heard ടു സച്ച് പേഴ്സൺ. അതായത് ചില സമയത്ത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന പേഴ്സൺസ് ഏതെങ്കിലും തരത്തിലുള്ള നിയമത്തിന് എഗനസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പെനാൽറ്റി വാങ്ങിയതിന് ശേഷം മാത്രം അദ്ദേഹത്തിന് കേൾക്കുവാനുള്ള ഒരു അവസരം പ്രദാനം ചെയ്യുന്നു. ആ ഒരു സെക്ഷനാണ് സെക്ഷൻ 127 എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് വേവർ ഓഫ് പെനാൽറ്റി എന്ന് പറയുന്നത്. അതായത് ശിക്ഷാ നടപടിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു കാരണം ദ ഗവൺമെൻറ് മേ വേവ് ഇൻ പാർട്ട് ഓഫ് ഫുൾ or any penalty referred in section 122, section 123, section 125 or any late fee referred in the section 47. Such classes taxpayers under such mitigating circumstances as may be specified therein in such a waiver will be based on recommendation of the council and the government will notify the same. എന്ന് വെച്ച് കഴിഞ്ഞാൽ
സർക്കാർ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ സർക്കാരിന് എഴുതിത്തള്ളാൻ സാധിക്കും. വകുപ്പ് 122 അല്ലെങ്കിൽ വകുപ്പ് 123 അല്ലെങ്കിൽ വകുപ്പ് 125 പരാമർശിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പിഴ, അല്ല എങ്കിൽ സെക്ഷൻ 47 പരാമർശിച്ചിരിക്കുന്ന ഏതെങ്കിലും വൈകിയ ഫീസ്, ലേറ്റ് ഫീസ്, നികുതിദായകരുടെ ക്ലാസ് വ്യക്തമാക്കിയാകാവുന്ന ലഘൂകരിക്കുന്ന സാഹചര്യങ്ങളിൽ അത്തരം ഒഴിവാക്കൽ കൗൺസിലുകളുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് കൈക്കൊള്ളാവുന്നതാണ്. ഇത് സർക്കാർ എന്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓഫീസേഴ്സ് ആളുകളെ അറിയിക്കും. അതായത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരുടെ അവരുടെ പെനാൽറ്റി വേണമെങ്കിൽ സർക്കാരിന് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ എഴുതിത്തള്ളാം. അത് വകുപ്പ് 122 അല്ല എങ്കിൽ 123 അല്ലെങ്കിൽ 125 അല്ല എങ്കിൽ എന്താണ് 47 പരാമർശിച്ചിരിക്കുന്ന രീതിയിലുള്ള പെനാൽറ്റീസൊക്കെയാണ് പ്രധാനമായിട്ടും എഴുതി തള്ളാവുന്നത്. ഈ തരത്തിൽ എന്താണ് അവരെ ഈ തരത്തിൽ രജിസ്റ്റേർഡ് പേഴ്സൺസിനെ ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യങ്ങളും ഭാഗികമായിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സർക്കാർ അവരെ അറിയിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇനി അടുത്ത കാര്യമാണ് ഡിറ്റൻഷൻ, സീസർ, റിലീസ്, ഗുഡ്സ് ആൻഡ് കൺവെയൻസസ്. ഓക്കെ, അതായത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരുടെ സാധനങ്ങളും ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിപ്പോർട്ട്സുകളും മുതലായവ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം. ഓക്കെ, അതാണ് തൊട്ട് താഴേക്ക് പറയുന്നത്. താഴെ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് താഴെ രീതിയിലുള്ള കൈമാറ്റം താഴെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള GST അതോറിറ്റീസോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രജിസ്റ്റേർഡ് പേഴ്സൺസിൻ്റെ ചരക്കുകളോ അല്ലെങ്കിൽ ഗുഡ്സോ അല്ലെങ്കിൽ അക്കൗണ്ട് ഡോക്യുമെൻറ്റ്സുകളോ പിടിച്ചെടുക്കുന്നതും തടഞ്ഞു വെക്കുന്നതുമാണ്. ആ ഒരു കാര്യമാണ് തൊട്ട് താഴേക്ക് പറയുന്നത്. Where any person transport any goods or store any goods contravention of law, all such goods and convenience used for carrying goods and documents relating to such goods and convenience shall be liable to detention or seizure. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ചരക്കുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സ് കടത്തുകയോ അല്ലെങ്കിൽ നിയമത്തിന് എഗനസ്റ്റ് ആയിട്ട് ഏതെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരം ചരക്കുകളും അതുപോലെ തന്നെ ആ തരത്തിലുള്ള ചരക്കുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം ചരക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൈമാറ്റ ഡോക്യുമെൻറ്റ്സ് അതും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചരക്കുകളും പിടിച്ചു വയ്ക്കുവാനും അതുപോലെ തന്നെ എന്താണ് തടഞ്ഞു വയ്ക്കുവാനും അതുമായി ബന്ധപ്പെട്ടുള്ള GST ഉദ്യോഗസ്ഥർക്ക് റൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് GST ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷന് എഗനസ്റ്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ഉള്ള ഗുഡ്സ് ചരക്കുകളോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സോ സൂക്ഷിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അത് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ട് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ അതെന്താണ് കൈമാറ്റം ചെയ്യുകയാണെങ്കിലോ ആ തരത്തിലുള്ള ഗുഡ്സുകളും ചരക്കുകളും ആ തരത്തിലുള്ള ഗുഡ്സുകളും അതുപോലെ തന്നെ ചരക്കുകളും പിടിച്ചെടുക്കുവാനും അതുപോലെ തന്നെ തടങ്കിൽ വയ്ക്കുവാനുമുള്ള അധികാരം ആർക്കുണ്ട്? ആ ഒരു ഉദ്യോഗസ്ഥനുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ദ ഗുഡ്സ് ഓർ കൺവീനിയൻസ് സീസ്ഡ് shall be released if the owner of the goods willing to pay the tax and penalty. Such goods and convenience shall be released on the payment of the applicable tax and penalty equal to tax payable. The exempted goods if shall be released the payment of amount equal to 2% the value of goods or 25,000 whichever is less. Okay, ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ നിയമപ്രകാരമല്ലാത്ത പിടിച്ചെടുത്തിരിക്കുന്ന ചരക്കുകളും അതുപോലെ തന്നെ ഗുഡ്സിനും അത് തിരിച്ചു കിട്ടാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രജിസ്റ്റേർഡ് പേഴ്സൺ പിടിച്ചെടുത്ത ചരക്കുകളുടെ ടാക്സ് എമൗണ്ട് അടയ്ക്കാൻ തയ്യാറാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരക്കുകളും അതുപോലെ തന്നെ ഗുഡ്സും വിട്ടുകൊടുക്കാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്നെങ്കിൽ എന്താണ് ചരക്കിൻ്റെ മൂല്യത്തിൻ്റെ 2% അല്ല എങ്കിൽ 25,000 രൂപ ഏതാണോ കുറവ് അതായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഇഫ് ദ ഓണർ ഓഫ് ദി ഗുഡ്സ് ഡസ് നോട്ട് കം ഫോർവേഡ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് സച്ച് ടാക്സ് പെനാൽറ്റി ദ ഗുഡ്സ് കൺവീനിയൻസ് ഷാൽ ബി റിലീസ്ഡ് ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കബിൾ ടാക്സ് പെനാൽറ്റി ഈക്വൽ ടു ദി 50% ഓഫ് ദി വാല്യൂ ഓഫ് ദി ഗുഡ്സ് ആൻഡ് ദ ടാക്സ് ഓൾറെഡി പെയ്ഡ് ക്യാൻ റെഡ്യൂസ്ഡ് ദ എമൗണ്ട് ഇസ് പേയബിൾ. എക്സംപ്റ്റഡ് ഗുഡ്സ് ഇഫ് ഷാൽ ബി റിലീസ്ഡ് ദ പേയ്മെൻറ്റ് ഓഫ് ദി എമൗണ്ട് 5% ഓർ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ 25
25,000 വിച്ച് എവർ ലെസ്. അതായത് മുകളിലത്തെ പോയിന്റിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ എക്സംപ്റ്റഡ് നിയമപ്രകാരം ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയേക്കുന്ന ഗുഡ്സാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ അതിൻ്റെ 2% അതിൻ്റെ 2% ആ എക്സംപ്റ്റഡ് ഗുഡ്സിൻ്റെ 2% അല്ലെങ്കിൽ 25,000 രൂപ ഏതാണോ കുറവ് അത് നൽകി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗവൺമെൻറ് ഈ എക്സംപ്റ്റഡ് ഗുഡ്സിന് അതായത് നിയമപ്രകാരം ടാക്സ് ഇല്ലാത്ത ഗുഡ്സ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആൾക്ക് വിട്ടുകൊടുക്കും. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഓണർ, അതായത് ചരക്ക് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന പേഴ്സൻ്റെ നിയമപ്രകാരം സൂക്ഷിക്കാത്ത ചരക്കുകളും ഗുഡ്സും ഗവൺമെൻറ് പിടിച്ചുകൊണ്ട് പോയെന്ന് കരുതുക, അല്ലെങ്കിൽ സീസ് ചെയ്യുന്ന കരുതുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അയാൾ ടാക്സ് അടയ്ക്കാൻ റെഡിയാകുന്നില്ല എങ്കിൽ ആ ഗുഡ്സിൻ്റെ 50% ടാക്സും 50% തുല്യമായ നികുതിയും അതിൻ്റെ പിഴയും ആ ഒരു രജിസ്റ്റേർഡ് വ്യക്തി അടയ്ക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ഇനി ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയേക്കുന്ന ഗുഡ്സാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ളതെങ്കിൽ ഗുഡ്സിൻ്റെ വാല്യൂ ഗുഡ്സിൻ്റെ രജിസ്റ്റേർഡ് ഉടമസ്ഥൻ ടാക്സ് അടയ്ക്കാൻ റെഡിയാകുന്നില്ല എങ്കിൽ ആ ഗുഡ്സിൻ്റെ വാല്യൂവിൻ്റെ 5% അല്ലെങ്കിൽ 25,000 അതിൻ്റെ പിഴയും ആരടയ്ക്കേണ്ടതായിട്ട് വരും? ആ രജിസ്റ്റേർഡ് പേഴ്സൺ അടയ്ക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗുഡ്സ് വിട്ടുകൊടുക്കുകയുള്ളൂ. ഇനി പറഞ്ഞേക്കുന്നതാണ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ദ എമൗണ്ട് ആസ് എബവ് ദ പേഴ്സൺ ക്യാൻ ഫർണിഷ് സഫിഷ്യൻറ്റ് സെക്യൂരിറ്റി പ്രിസ്ക്രൈബ്ഡ് യുവർ ഈക്വൽ ടു ദി എമൗണ്ട് പേയബിൾ ദ ഗുഡ്സ് ആൻഡ് കൺവീനിയൻസ് മേ ബി റിയലൈസ്ഡ്. ഗുഡ്സ് ആൻഡ് കൺവീനിയൻസ് ഷാൽ ബി ഡീറ്റെയിൻഡ് ഓർ സീസ്ഡ് ഓൺലി ആഫ്റ്റർ സെർവിങ് ഓർഡർ ഡിറ്റൻഷൻ ഓർ സീസർ ഓൺ ദി പേഴ്സൺ ട്രാൻസ്പോർട്ടിങ് ദി ഗുഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുകളിൽ പറഞ്ഞിരിക്കുന്നതിന് 2 ഓപ്ഷനാണുള്ളത്. ഒന്നാമത്തെ കാര്യം ആ ചരക്കുകൾക്ക് മുകളിൽ പറഞ്ഞിരിക്കുന്ന ചരക്കുകൾക്ക് ഒന്നെങ്കിൽ എന്താണ് വ്യക്തി മതിയായ ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ആ ചരക്കുകളുടെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സ് എമൗണ്ട് എന്താണ് ഗവൺമെൻറ് കൊടുക്കുന്നു. അതിനുശേഷം ചരക്കുകൾ കൊണ്ടുപോകുന്നു. ഇനി അതല്ല രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഗുഡ്സിന് തുല്യമായിട്ടുള്ള തുക കൊടുക്കുന്നില്ല. ആ പൈസ കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കൈകളില്ല എങ്കിൽ അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ ഒരാൾ ഗ്യാരണ്ടി നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ഈ ഒരു ഗുഡ്സ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ. The provisions of section 67 clause 6 shall be apply detention and seizure of goods and conveyance. The proper officer detaining the seized goods or conveyance shall be issue a notice specifying the tax and penalty payable and thereafter pass an order payment of the dues. അതായത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ ബിസിനസ്സിലെ ഏതെങ്കിലും നിയമപ്രകാരം അല്ലാത്ത സാധനങ്ങളും സേവനങ്ങളും ടാക്സ് അടയ്ക്കാത്ത സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിലോ ചരക്കുകൾ ഇരിക്കുന്നുണ്ടെങ്കിലോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ വകുപ്പ് 67/6 പറഞ്ഞിരിക്കുന്ന 6 പ്രകാരം ആ ചരക്കുകൾ പിടിച്ചെടുക്കുവാനും അതുപോലെ തന്നെ അത് തടഞ്ഞത് കൊണ്ടുപോകുവാനും അതിന് പിഴ ഈടാക്കുവാനുമുള്ള അധികാരമുണ്ട്. ആ ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരക്കുകളും അതുപോലെ തന്നെ എന്താണ് സാധനങ്ങളും പിടിച്ചെടുക്കുക. അതിനുശേഷം അതിന് വേണ്ടിയുള്ള ടാക്സ് അടയ്ക്കാൻ വേണ്ടിയുള്ള ഓർഡർ പാസ്സാക്കുക. അതിനുശേഷം ആ രജിസ്റ്റേർഡ് പേഴ്സൺ ടാക്സ് അടച്ചതിന് ശേഷം എന്ത് ചെയ്യുക? അത് വിട്ടുകൊടുക്കുക. ഇത്രയും അതുകൂടാതെ തന്നെ അദ്ദേഹം പെൻഡിങ് വരുത്തിയിരിക്കുന്ന കുടിശ്ശികകളും മറ്റും അടയ്ക്കുവാൻ വേണ്ടിയുള്ള ഓർഡർ നൽകുക. ഇതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഓക്കെ. ഇനി മറ്റൊരു കാര്യമാണ് നോ ടാക്സ് ഇൻട്രസ്റ്റ് പെനാൽറ്റി ഷാൽ ബി ഡിറ്റർമിൻഡ് വിത്തൗട്ട് ഗിവിംഗ് പേഴ്സൺ കൺസേൺഡ് ഓപ്പർച്യൂണിറ്റി ബി ഹെഡ് ഓൺ payment of amount. All proceeding in this respect shall be deemed to be concluded. അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തിയുടെ സാധനങ്ങളും സേവനങ്ങളും ഇങ്ങനെ ഗവൺമെൻറ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാക്സും പെനാൽറ്റീസും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും അടച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അദ്ദേഹത്തിന് ആ ഒരു ചരക്കുകൾ കൊണ്ടുപോകുവാനുള്ള ഒരു അവസരം പ്രദാനം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു പിടിച്ചെടുത്തിരിക്കുന്ന സാധനങ്ങളുടെ ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എമൗണ്ടും പെനാൽറ്റി എമൗണ്ടും അടച്ചു കഴിഞ്ഞാൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കുന്നതായിട്ട് കണക്കാക്കപ്പെടും. വേർ ദ പേഴ്സൺ ട്രാൻസ്പോർട്ടിങ് എനി ഗുഡ്സ് or the owner of the goods fails to pay the amount of tax penalty within 7 days, such detention or seizure further proceeding shall be initiated.
അതായത് ഏതെങ്കിലും ഒരു ചരക്ക് കൊണ്ടുപോകുന്ന വ്യക്തി അല്ലെങ്കിൽ സാധനങ്ങളുടെ ഉടമ ടാക്സ് അടയ്ക്കാൻ പരാജയപ്പെടുകയാണെങ്കിൽ ആ തരത്തിലുള്ള സാധനങ്ങളും സേവനങ്ങളും തടഞ്ഞു വെക്കും, അല്ലെങ്കിൽ പിടിച്ചെടുക്കും. അതിനുശേഷം 7 ദിവസത്തിനുള്ളിൽ അല്ല എങ്കിൽ എന്താണ്, ആ തരത്തിലുള്ള സാധനങ്ങളും സേവനങ്ങളും കൊണ്ടുപോകുന്ന വ്യക്തി അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യണം, 7 ദിവസത്തിനുള്ളിൽ ആ ഒരു ഗുഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാക്സ് അടയ്ക്കാത്ത ഗുഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരികൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഗുഡ്സോ അല്ലെങ്കിൽ സാധനങ്ങളോ പിടിച്ചെടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ ടാക്സ് അടയ്ക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സോ ചരക്കുകളോ കൊണ്ടുപോവുകയാണെങ്കിൽ അത് കൊണ്ടുപോകുന്ന വ്യക്തിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനോ ഗവൺമെൻറ്റിലേക്ക് 7 ദിവസത്തിൽ ടാക്സ് അടച്ചിട്ടുണ്ടാകണം. അല്ല എങ്കിൽ ആ ചരക്കുകൾ ഗവൺമെൻറ് പിടിച്ചെടുക്കുന്ന ഒരു നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അടുത്താണ് ഇൻ ദ കേസ് ഓഫ് പെരിഷബിൾ ഹാസാർഡ് ഗുഡ്സ് വിച്ച് ആർ ലൈക്ലി ഡിപ്രീഷിയേറ്റ് വാല്യൂ ഓഫ് പാസേജ് ഓഫ് ടൈം ദ സെറ്റ് പീരീഡ് 7 days may be reduced by the proper officer suitably. ഇനി ഗവൺമെൻറ് രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ഗോഡൗണിൽ ടാക്സ് അടയ്ക്കാതെ പിടിച്ചു വെച്ചേക്കുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് നശിച്ചു പോകുന്നതോ അല്ലെങ്കിൽ അപകടകരമായ ആരോഗ്യത്തിന് ഹാനികരമായ സാധനങ്ങളോ ആണെങ്കിൽ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയുള്ള കാലയളവിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 7 ദിവസത്തിൽ നിന്ന് താഴേക്ക് ചുരുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പണിഷ്മെൻറ്റ് ഫോർ സർട്ടൻ ഒഫൻസസ്. അതായത് ചില കേസുകളിൽ പണിഷ്മെൻറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്. സെക്ഷൻ 132 അത് പ്രധാനമായിട്ടും പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റാണ് സപ്ലൈയിങ് ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് വിത്തൗട്ട് ഇഷ്യൂ ഓഫ് എനി ഇൻവോയ്സ് ഇൻ വയോലേഷൻ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഓർ റൂൾസ് മെയ്ഡ് ദെയർ അണ്ടർ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് ഈവേഡ് ടാക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി ഒഴിവാക്കുക അല്ലെങ്കിൽ ടാക്സ് വെട്ടിപ്പ് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏതെങ്കിലും തരത്തിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻവോയ്സ് നൽകാതെ ഗുഡ്സോ സർവീസോ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അതൊരു പണിഷബിൾ ഒഫൻസ് ആണ്. ഇനി മറ്റൊരു കാര്യമാണ് ഇഷ്യൂ ആൻ ഇൻവോയ്സ് ബിൽ വിത്തൗട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് വയോലേഷൻ ഓഫ് പ്രൊവിഷൻസ് ഓഫ് ലോ ലീഡിംഗ് ടു റോങ്ഫുൾ അവൈൽമെൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓർ റീഫണ്ട്. അതായത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ ബില്ല് നൽകി പക്ഷേ സാധനങ്ങൾ സേവനങ്ങൾ നൽകാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിയമപ്രകാരം കുറ്റമാണ്. അവെയിലിംഗ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂസിങ് ഇൻവോയ്സസ് വിൽ വിത്തൗട്ട് സപ്ലൈ. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി മാത്രം എന്താണ് ബില്ല് സപ്ലൈ ചെയ്യുകയും പക്ഷേ ഗുഡ്സ് സപ്ലൈ ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവെയിലിംഗ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് യൂസിങ് ഇൻവോയ്സസ്. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി എന്താണ് ഇൻവോയ്സസ് സപ്ലൈ ചെയ്യുകയും പക്ഷേ ഗുഡ്സ് സപ്ലൈ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ് ബിൽ വിത്തൗട്ട് സപ്ലൈ, സാധനങ്ങൾ ബില്ലില്ലാതെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നു. ഇതും എന്താണ് നമ്മുടെ പണിഷബിൾ ഒഫൻസായിട്ട് കണക്കാക്കപ്പെടുന്നു. കളക്ടിങ് ടാക്സ് ബട്ട് ഫെയിൽസ് ടു പേസ് ദ സെയിം ടു ദി ഗവൺമെൻറ് വിത്തിൻ 3 months. അതായത് ഏറ്റവും പറഞ്ഞിരിക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ് ടാക്സ് ഗവൺമെൻറ് കൈകളിൽ നിന്ന് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി എന്താണ് ടാക്സ് കളക്ട് ചെയ്ത് പക്ഷേ എന്താണ് അത് ഗവൺമെൻറ്റിലേക്ക് പേ ഓഫ് ചെയ്തില്ല 3 മാസമായിട്ടും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവേഡിങ് ടാക്സ് ഇൻ എനി അതർ മാനർ, അതായത് മറ്റേതെങ്കിലും രീതിയിൽ ടാക്സ് വെട്ടിപ്പ് നടത്തുകയാണെങ്കിൽ falsifying or substituting financial records, produce fake accounts documents, furnishing any false information to evade tax. അതായത് ടാക്സ് വെട്ടിപ്പ് നടത്താൻ വേണ്ടി ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സിലോ അക്കൗണ്ട്സിലോ ഏതെങ്കിലും തരത്തിൽ തെറ്റായിട്ടുള്ള വിവരങ്ങളും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസും കാണിക്കുകയാണെങ്കിൽ obstruct or prevent any other officer in their discharge ഓഫ് ഹിസ് ഡ്യൂട്ടീസ്. അതായത് ഏതെങ്കിലും തരത്തിൽ ജോലി ചെയ്യാൻ വരുന്ന ഏതെങ്കിലും തരത്തിൽ ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ എടുക്കുകയും അതുപോലെ തന്നെ ചുമതലകളുമുള്ള ഓഫീസേഴ്സ്മാരുടെ ചുമതലകളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതും പണിഷബിൾ ഒഫൻസായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. അക്യൂർ ഇൻ ദ പൊസിഷൻ ഓഫ് ഇൻ എനി വേ കൺസേൺ ഹിംസെൽഫ് ട്രാൻസ്പോർട്ടിംഗ്, റിമൂവിങ്, ഡിസ്പോസിങ്, കീപ്പിംഗ്, concealing, supply, purchasing or any other manner deals with the goods which he is no the reasons believe liable to confiscation under the act, the rules made thereunder. അതായത് GST അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തി ടാക്സ് അടയ്ക്കാത്ത ഏതെങ്കിലും ഗുഡ്സുകൾ സ്വന്തമാക്കുകയോ അല്ലെങ്കിൽ അത് കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ എന്താണ് അത് മറ്റൊരാൾക്ക്
വിതരണം ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഗുഡ്സുകൾ വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള ഗുഡ്സ് നിയമപ്രകാരം കണ്ടുകിട്ടാൻ ബാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ കണ്ടുകിട്ടാൻ മീൻസ് അത് പിടിച്ചെടുക്കാൻ ബാധ്യതയുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് പണിഷബിൾ ഒഫൻസ് ആയിട്ടുള്ളൊരു കുറ്റകരവുമാണിത്. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന ഈ കാര്യം എന്ന് പറയുന്നത് ഒരു പണിഷബിൾ ഒഫൻസാണ്. Receive or is any way concerned with the supply of or in any other manner deals with the supply of service which he is know or has reason believe or contraventions of any provisions of this act the rules made thereunder. അത് ഏറ്റവും നമ്മൾ പഠിച്ച അതേ സെയിം കാര്യം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ നിയമപ്രകാരം കൈമാറ്റം ചെയ്യാൻ അനുവദനീയമല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ കൈമാറ്റം ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു സേവനത്തിന് ടാക്സ് വെട്ടിപ്പ് നടത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് നിയമപ്രകാരം പറഞ്ഞിരിക്കുന്ന ചട്ടങ്ങൾക്കും അതുപോലെ തന്നെ റൂൾസിനും എഗനസ്റ്റാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലും അത് പണിഷബിൾ ഒഫൻസായിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ടാമ്പേഴ്സ് വിത്ത് ഡിസ്ട്രോയ് എനി അതർ മെറ്റീരിയൽ എവിഡൻസ് ഓർ ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഏതെങ്കിലും തരത്തിൽ ഉള്ള മെറ്റീരിയൽ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ടാക്സ് എവിഡൻസോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സുകളോ നശിപ്പിച്ച് കളയുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് നിയമപ്രകാരം പണിഷബിൾ വണ്ണാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് ഫെയിൽസ് ടു സപ്ലൈ ഇൻഫർമേഷൻ വിച്ച് ഇസ് റിക്വയർഡ് ടു സപ്ലൈ unless with a reasonable belief burden proving which shall upon him that the information supplied by him to supply false information or അതായത് GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഈ തെറ്റ് ചെയ്തു എന്ന ഒരു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അതോറിറ്റിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ശരിയായ ഇൻഫർമേഷൻസും ശരിയായ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസും സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ അത് പണിഷബിൾ ഒഫൻസായിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നെയാണ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് abatement of commission of any other offence mentioned above shall be punishable as follows. ഓക്കെ, അതായത് താഴെ മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ താഴെ പറയുന്ന രീതിയിൽ അത് പണിഷബിൾ വണ്ണെന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് വെയർ ദ എമൗണ്ട് ഓഫ് ടാക്സ് ഈവേഡ് ഓർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇസ് റോങ്ലി അവൈൽഡ് യൂട്ടിലൈസ്ഡ് ഓർ റീഫണ്ട് റോങ്ലി ടേക്കൺ എക്സീഡ് 5 crore rupees with imprisonment for the time not less than 6 months which may extended 5 years with the fine. The offence shall cognizance and non ബെയിലബിൾ. അതായത് GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താലോ തെറ്റായ രീതിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്താലോ അങ്ങനെ എടുക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് 5 കോടി രൂപയുടെ മുകളിൽ കവിഞ്ഞാലോ അദ്ദേഹത്തിന് 6 മാസത്തെ കുറയാത്ത തടവും അതുപോലെ തന്നെ 3 വർഷം അതായത് 6 കൊല്ലം അദ്ദേഹത്തിന് കുറഞ്ഞത് 6 മാസത്തിൽ കുറയാത്ത തടവും അതുപോലെ തന്നെ പരമാവധി 3 വർഷം 3 തൊട്ട് 5 വർഷം വരെ തടവ് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് പിഴയും ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൂടാതെ തന്നെ ഇതെന്ന് പറയുന്നത് ജാമ്യമില്ലാത്ത ഒരു കുറ്റവുമാണ്. അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു വ്യക്തി മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പണിഷ്മെൻറ്റ്സ് ചെയ്താലോ തെറ്റായ രീതിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുത്താലോ അങ്ങനെ ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് തെറ്റായ രീതിയിൽ ക്ലെയിം ചെയ്തെടുക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് 5 കോടി രൂപയിൽ കവിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറഞ്ഞത് 6 മാസത്തിൽ മുകളിലും അതുപോലെ തന്നെ 5 വർഷം വരെ തടവും അതുപോലെ തന്നെ ഫൈനും കിട്ടുന്നതാണ്. ഈ തരത്തിലുള്ള കുറ്റം ജാമ്യമില്ലാത്ത കുറ്റവുമാണ്. ഇൻ ദ കേസ് ഓഫ് വെയർ ദ എമൗണ്ട് ഓഫ് ടാക്സ് ഈവേഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇസ് റോങ്ലി അവൈൽഡ് യൂട്ടിലൈസ്ഡ് റീഫണ്ട് റോങ്ലി taken exceed 2 crore but does not exceed 5 crore which the imprisonment for the time not less than 6 months which may be extended 3 years with the fine. ഓക്കെ, അതായത് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ആൾ ടാക്സ് വെട്ടിപ്പ് നടത്തുവാനോ അല്ലെങ്കിൽ ടാക്സ് മറച്ചു വെക്കാനോ ടാക്സ് പേ ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പണിഷബിൾ ഒഫൻസാണ്. അതുകൂടാതെ തന്നെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ടാക്സ് തെറ്റായ രീതിയിൽ റീഫണ്ട് ചെയ്തെടുക്കുകയാണെങ്കിലോ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് തെറ്റായ രീതിയിൽ ക്ലെയിം ചെയ്തെടുക്കുകയാണെങ്കിലോ അങ്ങനെ ക്ലെയിം ചെയ്തെടുക്കുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് 2 കോടി രൂപയുടെ മുകളിലും 5 കോടി രൂപയെ
താഴെയുമാണ് എങ്കിലോ അദ്ദേഹത്തിന് കുറഞ്ഞത് 6 മാസം തടവും അതുപോലെ തന്നെ 3 വർഷം വരെയുള്ള തടവും കിട്ടാനുള്ള സാഹചര്യമുണ്ട്. കൂടാതെ ഫൈനും കിട്ടും. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, in the case of any other offence where the amount of tax evaded or input tax wrongly availed or utilized or refunded wrongly taken exceed 1 crore rupees but does not exceed 2 crore in the imprisonment for a term not less than 6 months which may be extended to 1 year with fine. ഓക്കെ, അതായത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അദ്ദേഹം എന്താണ്, അദ്ദേഹം ടാക്സ് വെട്ടിപ്പ് നടത്തുകയോ അല്ലെങ്കിൽ ടാക്സ് മറച്ചു വയ്ക്കുകയോ ടാക്സ് പേ ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് തെറ്റായ രീതിയിൽ ക്ലെയിം ചെയ്തെടുത്ത് കഴിഞ്ഞാലോ റീഫണ്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാലോ അങ്ങനെ റീഫണ്ട് ചെയ്തെടുക്കുന്ന എമൗണ്ട് 1 കോടി രൂപയ്ക്ക് 1 കോടി രൂപയുടെ മുകളിൽ 2 കോടി രൂപയുടെ താഴെയുമാണ് എങ്കിൽ അദ്ദേഹത്തിന് കുറഞ്ഞത് 6 മാസത്തിൽ കുറയാത്ത തടവും ഒരു കൊല്ലം വരെയുള്ള ഒരു കൊല്ലം വരെയും വേണമെങ്കിൽ തടവും ലഭിക്കും. അതുകൂടാതെ തന്നെ അദ്ദേഹം പിഴയും അഥവാ ഫൈനും അടയ്ക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. In the case where he commit or abet the commission of an offence specified in 6, 7, 10 mentioned above, he shall punishable with imprisonment for a term which may extend 6 months with the fine or both. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 6, 7, 10 രീതിയിൽ, അതായത് 6ാമത്തെ കുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ്, അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് വെട്ടിപ്പ് നടത്തുകയോ അല്ലെങ്കിൽ ടാക്സ് വെട്ടിപ്പ് നടത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലോ അല്ലെങ്കിൽ അക്കൗണ്ട് റെക്കോർഡുകളിലോ അല്ലെങ്കിൽ ടാക്സ് റിട്ടേണുകളിലോ തെറ്റായിട്ടുള്ള വിവരങ്ങൾ കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതലകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ തൊഴിൽ നടപടികളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലോ അല്ലെങ്കിൽ എന്താണ്, ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്യുമെൻറ്റ്സിനെ അതുപോലെ തന്നെ എവിഡൻസുകളെ നശിപ്പിച്ച് കളയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറഞ്ഞത് 6 മാസം വരെ തടവും അതുപോലെ തന്നെ എന്താണ്, ഫൈനും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് കോമ്പൗണ്ടിങ് ഒഫൻസ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് നമുക്കത് പറഞ്ഞു നോക്കാം. Any offence under the act may be compounded the commission on the payment of compounding amount in the prescribed manner by the person accused of the offence, the central government or state government as the case may be. However, the compounding provision not applicable to a person.